നിൻ ഹൃത്തിലെന്നെയും ചേർക്കണേ നാഥ, നിന്റേത് മാത്രമായി. കർത്താവിൻ്റെ ജ്ഞാനസ്നാന തിരുനാൾ സഭ ഇന്ന് ആഘോഷിക്കുകയാണ്. ഏവർക്കും തിരുനാളിൻ്റെ മംഗളാശംസകളും പ്രാർത്ഥനകളും ഏറെ സ്നേഹപൂർവ്വം നേരുന്നു. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും സിനിമ കാണുന്നവരാണ്. സിനിമയ്ക്കൊരു പ്രത്യേകത, അതിന് തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു ഫ്ലോ ഉണ്ടാകും. ഈ ഫ്ലോ കൃത്യമായിട്ട് മനസ്സിലാകണമെങ്കിൽ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മളത് കാണണം. അപ്പോഴാണ് എൻ്റെ ട്വിസ്റ്റ് മനസ്സിലാകുന്നത്, ക്ലൈമാക്സ് എങ്ങനെ കൊണ്ടെത്തിക്കുന്നു എന്നൊക്കെ തിരിച്ചറിയുന്നത്. ഇതുപോലെയാണ് ക്രിസ്തുവിൻ്റെ ജീവിതവും. നമ്മൾ സുവിശേഷത്തിലെ ഏതെങ്കിലും ഒരു അത്ഭുതമോ ഉപമയോ ഒക്കെ എടുത്തിട്ട് ഇതാണ് ക്രിസ്തു എന്ന് ആരും ചിന്തിക്കരുത്. തുടക്കം മുതൽ ഒടുക്കം വരെ ക്രിസ്തുവിൻ്റെ ജീവിതത്തിന് ഒരു ഫ്ലോ ഉണ്ട്. ആ ഫ്ലോ മനസ്സിലാക്കാനാണ് ഇന്നത്തെ തിരുനാൾ നമ്മളെ സഹായിക്കുന്നത്. യേശുവിൻ്റെ ജ്ഞാനസ്നാന സമയത്ത് പരസ്യജീവിതം ആരംഭിക്കുകയാണ്. അവിടെ വെച്ചാണ് സ്വർഗം തുറക്കപ്പെട്ട് ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന വാക്കുണ്ടാകുന്നത്. ഈ വാക്ക് വളരെ മനോഹരമായ വാക്കാണ്. പക്ഷെ ഇത് സ്വർഗത്തിൻ്റെ അറ്റസ്റ്റേഷനാണ്. അവൻ എന്താണെന്ന് ഈ ഭൂമിയെ പഠിപ്പിച്ചത് സ്വർഗമാണ്. അത് പരസ്യജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പഠിപ്പിച്ചു. പക്ഷേ അതോടെ തീരുന്നില്ല. ഇനി ഈ ഭൂമി അത് വിശ്വസിക്കണം. ഭൂമിയിലെ മനുഷ്യർ പറയണം ഇവൻ ദൈവപുത്രനാണെന്ന്. ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ഒറ്റ കാര്യത്തിനാണ്, രക്ഷ നൽകാൻ വേണ്ടിയാണ്. കുരിശുമരണത്തിലൂടെ രക്ഷ നൽകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കുരിശുമരണത്തിലൂടെ രക്ഷ നൽകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, മനുഷ്യരെല്ലാവരും തിരിച്ചറിയണം ഇവനാണ് ദൈവപുത്രനെന്ന്. ആ ഒരു തിരിച്ചറിവിൽ നിന്നുണ്ടാകുന്നതാണ് രക്ഷ. ഇങ്ങനെ ഈ ഭൂമിയുടെ എല്ലാ പാപങ്ങളും മോചിക്കപ്പെടാനായി ദൈവപുത്രൻ കുരിശിൽ മരിക്കപ്പെടണം. ഇതാണ് ക്ലൈമാക്സ്. ഈ ക്ലൈമാക്സിൻ്റെ തുടക്കം തുടങ്ങുന്നത് പരസ്യജീവിതത്തിലെ ജ്ഞാനസ്നാനത്തിലാണ്. അപ്പോഴാണ് സ്വർഗത്തിൻ്റെ അറ്റസ്റ്റേഷൻ ഉണ്ടാകുന്നത്, ഇവനാണ് എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇവൻ ദൈവപുത്രനാണെന്നൊരു തെളിവ് അത് സ്വർഗത്തിൻ്റെ അറ്റസ്റ്റേഷൻ നിൽക്കുമ്പോൾ മത്തായി സുവിശേഷം 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ ക്രിസ്തു തൻ്റെ ഉപവാസ ജീവിതം ആരംഭിക്കുകയാണ്. ഇവിടെ പിശാച് പരീക്ഷിക്കാൻ വരുന്നുണ്ട്. ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ പിശാച് യേശുവിനെ നോക്കി പറയുന്ന കാര്യം ഇങ്ങനെയാണ്: നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനെ അപ്പമാക്കുക. ചോദ്യം വളരെ വ്യക്തമാണ്. നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനെ അപ്പമാക്കണം. യേശു ചെയ്തില്ല. ചെയ്യാത്തത് കല്ലിനെ അപ്പമാക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, ആ ചോദ്യത്തിൽ തന്നെ ഒരു പിശകുണ്ട്. ദൈവപുത്രനാണെങ്കിൽ എന്ന് പറയാൻ അവൻ ഈ ഭൂമിയിൽ ഒരു പിശാചിന് മുമ്പിലല്ല, അവൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് തെളിയിക്കേണ്ടത്. അവൻ തെളിയിക്കേണ്ടത് കുരിശുമരണത്തിലൂടെയാണ്. അപ്പോൾ മാത്രമേ രക്ഷ നേടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനറിയാം ഈ പിശാചിൻ്റെ മുമ്പിലല്ല തൻ്റെ അസ്തിത്വം തെളിയിക്കേണ്ടത്. അതുകൊണ്ട് അവൻ ആ അത്ഭുതം ചെയ്തില്ല. വീണ്ടും പിശാച് പറഞ്ഞത്, നീ ദൈവപുത്രനാണെങ്കിൽ ഈ മലയിൽ നിർത്തി ചാടുക, നിന്റെ മാലാഖമാർ നിന്നെ താങ്ങിക്കൊള്ളും. താങ്ങുമെന്ന് അറിയാത്തത് കൊണ്ടൊന്നുമല്ല, പക്ഷേ അപ്പോഴും അവനറിയാമായിരുന്നു ഇത് ചെയ്യേണ്ടത് ഈ പിശാചിന് മുമ്പിലല്ല. ഒരു 3 പരീക്ഷണങ്ങൾ നിൽക്കുമ്പോൾ അതിൽ 2 പരീക്ഷണങ്ങളും അവൻ്റെ പുത്രസ്ഥാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ്. പിശാചിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ് അവൻ്റെ കുരിശുമരണം സംഭവിക്കരുത്, അവൻ ദൈവപുത്രനാണെന്ന് ഈ ഭൂമിയെ തെളിയിക്കരുത്. അതുകൊണ്ട് തന്നെ അതിനു മുമ്പേ ആ തെളിവ് ഉണ്ടാകാനായിട്ടുള്ള ശ്രമം നടത്തുകയാണ്. അതോടെ തീർന്നില്ല. മാർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 24-ാം വാക്യത്തിൽ യേശു ഒരു സിനഗോഗിൽ പഠിപ്പിക്കുന്നുണ്ട്. പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അസ്വാഭാവികത നമ്മൾ കാണുന്നത്, ഉടൻ തന്നെ ഒരു പിശാച് ബാധിതൻ എഴുന്നേറ്റ് പറയും, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? നീ ആരാണെന്ന് ഞങ്ങൾക്കറിയാം. നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ്, ദൈവപുത്രനാണ്. ഇങ്ങനൊരു സംസാരം പിശാചിന് ആവശ്യമില്ലായിരുന്നു. എന്തുകൊണ്ടാണ് ഒരു അസാധാരണ സമയത്ത് ഇങ്ങനെ ഒരു പിശാച് ബാധിതൻ ഒരു പിശാചിനാൽ പ്രേരിതനായി എഴുന്നേറ്റ് സംസാരിച്ചത്? കോണ്ടെക്സ്റ്റ് വളരെ ക്ലിയറാണ്. ഒത്തിരി മനുഷ്യരവിടെയുണ്ട്. ഈ മനുഷ്യരെല്ലാവരും ഇത് കേൾക്കുമ്പോൾ അവൻ ദൈവപുത്രനാണെന്ന് വിശ്വസിക്കും. ഉടൻ തന്നെ അവനെ അവർ രാജാവാക്കാൻ പിടിച്ചുകൊണ്ട് പോകും. കുരിശുമരണം സംഭവിക്കില്ല. യേശുവിൻ്റെ ആവശ്യമാണ് കുരിശുമരണം ഈ ഭൂമിയിൽ സംജാതമാകണം. ദൈവപുത്രനാണെന്ന് കുരിശുമരണത്തിലൂടെ തെളിയിക്കപ്പെടണം. പിശാച് കിണഞ്ഞ് പരിശ്രമിക്കുന്ന ഒരു രംഗമാണ്, അവൻ ദൈവപുത്രനാണെന്ന് നേരത്തെ തെളിയിക്കപ്പെടണം, കുരിശുമരണം സംഭവിക്കരുത്. ഉടൻ തന്നെ നമ്മൾ കാണുന്നത് യേശുവിനെ മിണ്ടാതിരിക്കാൻ പറയുന്ന വചനഭാഗമാണ്. അതിനുശേഷം പിശാച് സംസാരിച്ചതായി പിന്നീട് നമ്മൾ വചനത്തിൽ വായിക്കില്ല. പക്ഷേ ക്രിസ്തുവിൻ്റെ ആവശ്യമാണ് പതുക്കെ പതുക്കെ ഈ ഭൂമിയിൽ എല്ലാവരും അവൻ ദൈവപുത്രനാണെന്ന് വിശ്വസിക്കണം. അതിനുവേണ്ടി എത്തുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 27-ാം വാക്യത്തിലാണ്. ലാസറിൻ്റെ മരണമാണ് കോണ്ടെക്സ്റ്റ്. അവിടെ നിൽക്കുമ്പോൾ മാർത്തയും മറിയവും കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഉടൻ തന്നെ യേശു പറയും, ലാസർ മരിച്ചിട്ടില്ല, അവൻ മരിച്ചാലും ജീവിക്കും, ഇനി വിശ്വസിക്കുന്നോ? ഉടനെ മാർത്ത പറയുന്നത്, കർത്താവേ, നീ ദൈവപുത്രനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് വാക്ക്, നീ ദൈവപുത്രനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു വാക്കിൻ്റെ ബലത്തിൽ ലാസർ ഉയർപ്പിക്കപ്പെടുകയാണ്. യേശുവിന് ഒരു കാര്യം ഇപ്പോൾ മനസ്സിലായി,
തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായ ചിലരൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു അവൻ ദൈവപുത്രനാണെന്ന്. യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് മനസ്സിലായി. ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന മാർത്തയ്ക്കും മറിയത്തിനൊക്കെ മനസ്സിലായി. കൂടെയുള്ളവർ ആദ്യം വിശ്വസിച്ചു അവൻ ദൈവപുത്രനാണെന്ന്. പക്ഷേ ശിഷ്യന്മാരുടെ കാര്യത്തിൽ വരുമ്പോൾ ക്രിസ്തുവിന് അത്ര ഉറപ്പൊന്നുമല്ല. കാര്യം ഇവരത്ര മനക്കട്ടിയും അത്ര വിശ്വാസ പ്രഖ്യാപനമൊന്നും ഇല്ലാത്തവരാണല്ലോ. കുറേയധികം ബലഹീനരാണെന്ന് സുവിശേഷത്തിനെ വിളിച്ച് നമുക്കറിയാം. അപ്പോഴാണ് യേശു കുറച്ചും കൂടെ അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. അത് മത്തായി സുവിശേഷം 14 അധ്യായം 22 വാക്യത്തിലെത്തുമ്പോൾ യേശു വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടക്കും. ഈ നടന്നു പോകുന്ന അവസരത്തിൽ പത്രോസിന് വെള്ളത്തിന് മുകളിൽ നടക്കണമെന്ന് ആഗ്രഹം പറയും. ഉടൻ തന്നെ യേശു നടക്കാൻ പറയും. ഇങ്ങനെ നടന്നെത്തുന്ന സമയത്ത് ഉടനെ പത്രോസ് താന്നു പോകും. ഉടനെ യേശു അവൻ്റെ കരം പിടിച്ചുയർത്തും. അപ്പോൾ വള്ളത്തിലിരുന്ന ശിഷ്യന്മാർ ഒരേ സ്വരത്തിൽ പറയുന്നൊരു വാക്കുണ്ട്, ഇവൻ സത്യമായും ദൈവപുത്രനാണ്. കാര്യങ്ങൾ കുറച്ചും കൂടി മയപ്പെട്ട് കുറച്ചും കൂടി തെളിച്ചം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ശിഷ്യന്മാർക്ക് അവൻ്റെ അത്ഭുതങ്ങളുടെയും അവൻ്റെ പ്രവർത്തനങ്ങളുടെയും മനസ്സിലായി ഇവൻ ദൈവപുത്രനാണ്. അങ്ങനെ കൂടെയുള്ളവരൊക്കെ ഇത് മനസ്സിലാക്കി നിൽക്കുമ്പോൾ മത്തായി സുവിശേഷം 16 അധ്യായം 16 വാക്യത്തിലെത്തുമ്പോൾ യേശു കെസറിയ ഫിലിപ്പിയിൽ വെച്ച് അവരോട് പറയുന്നു, ഞാൻ ആരെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. ഇപ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. ഏലിയാന്നും ജെറമിയ എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ യേശു പറഞ്ഞു അതൊക്കെ പോട്ടെ, നിങ്ങളെന്ത് പറയുന്നു? ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉപമകളൊക്കെ കണ്ട വെളിച്ചത്തിൽ അവർ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. പത്രോസ് എല്ലാവരുടെ റെപ്രസെൻ്റ് ചെയ്താണ് സംസാരിക്കുന്നത്. ക്രിസ്തുവിന് ഇപ്പോൾ കൃത്യമായിട്ട് കാര്യം പിടികിട്ടി. കൂടെയുള്ളവരും സ്നേഹിക്കുന്നവരും പ്രിയപ്പെട്ടവരുമായ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അവൻ ദൈവപുത്രനാണ്. ഇനി ഈ ഭൂമിയിലെ സകല മനുഷ്യരും തിരിച്ചറിയണം ഇവൻ ദൈവപുത്രനാണെന്ന്. അങ്ങനെ നിൽക്കുമ്പോഴാണ് യേശുവിൻ്റെ കുരിശുമരണത്തോളം അടുക്കുന്നത്. ആ സമയത്ത് പ്രധാന പുരോഹിതൻ അവൻ്റെ ചോദ്യത്തിൻ്റെ വെളിയിൽ ആദ്യമായി അവനോട് ചോദിച്ചു, നീ ദൈവപുത്രനാണോ? യേശു ഒരക്ഷരം പോലും തിരിച്ചു പറഞ്ഞതായിട്ട് നമ്മുടെ വചനത്തിൽ വായിക്കില്ല. എന്താ യേശു പറയാത്തത് മറ്റൊന്നും കൊണ്ടല്ല, പറച്ചില്ലല്ലോ ആ ദൈവപുത്രൻ്റെ സ്ഥാനം അവൻ തെളിയിക്കേണ്ടത്. അവസാന നിമിഷത്തിന് വേണ്ടിയാണ് അവൻ കാത്തിരുന്നത്. ചോദ്യങ്ങളൊക്കെ ഇനി പ്രവൃത്തിയിലൂടെ ഉത്തരം നൽകേണ്ടതാണ്. അതുകൊണ്ട് അവൻ അവസാന കുരിശുമരണത്തിന് വേണ്ടി മൗനം അവലംബിച്ചു. തീർന്നില്ല. പിശാചിന് ഏറ്റവും വലിയ ആവശ്യമാണ് അവൻ്റെ കുരിശുമരണം സംഭവിക്കരുത്. കാരണം രക്ഷ ഈ ഭൂമിയിൽ വരരുത്, അവൻ ദൈവപുത്രനാണെന്ന് തെളിയിക്കപ്പെടരുത്. മത്തായി സുവിശേഷം 27 അധ്യായം 40 വാക്യത്തിലെത്തുമ്പോൾ കുരിശിൽ വേദന കൊണ്ട് ക്രിസ്തു ഇങ്ങനെ പുളയുകയാണ്. ഈ നിമിഷമാണ് ഒരു മനുഷ്യൻ കുരിശിൻ്റെ താഴെ നിന്ന് വിളിച്ച് പറയുന്നത്, ദേവാലയം 3 ദിവസം കൊണ്ട് പണി തീർത്തുവെന്നൊക്കെ നീ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ കുരിശിൽ നിറങ്ങി വരിക, നീ ദൈവപുത്രനാണെന്ന് തെളിയിക്കുക. പറ്റാത്തതുകൊണ്ടല്ല യേശു വന്നില്ല, കാരണം അതായിരുന്നു അവൻ്റെ ആവശ്യം. ഒരു ശതാധിപൻ പറഞ്ഞു, ഇവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനാണ്. എനിക്ക് തോന്നുന്നു ഇതിനാണ് ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. സ്വർഗം പറഞ്ഞ വാക്ക് ഒടുവിൽ മനുഷ്യർ പറയണം, ഭൂമി പറയണം. അങ്ങനെ ഈ ഭൂമിയിൽ തൻ്റെ കുരിശുമരണത്തിലൂടെ രക്ഷ നേടിക്കൊടുത്ത ക്രിസ്തുവിൻ്റെ ജ്ഞാനസ്ഥാന തിരുനാളാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത്. ഈ ഭൂമിയിൽ സ്വർഗത്തിൻ്റെ വാക്കുകൾ ഭൂമിയിൽ നിവർത്തിക്കപ്പെടുന്നതുവരെ അവൻ്റെ ജീവിതം പിതാവിൻ്റെ ഇഷ്ടത്തിനൊത്തായിരുന്നു. ഈ തിരുനാളിൽ നാം ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യം ഇതാണ്, സ്വർഗത്ത് നമ്മളെക്കുറിച്ചൊരു സ്വരമുയരുന്നുണ്ട്. ആ സ്വരത്തിനൊത്ത് ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് മനസ്സുണ്ടോ? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ലോകപാപങ്ങൾ മായ്ക്കുവാനായി മണ്ണിൽ പിറന്നൊരാ ദൈവപുത്രൻ. ഈ ലോകപാപങ്ങൾ മായ്ക്കുവാനായി മണ്ണിൽ പിറന്നൊരാ ദൈവപുത്രൻ. എൻ പാപമാം കുരിശും പേറി മൂന്നാണിയിൽ തൂങ്ങിയ ദൈവപുത്രൻ. ഓ എൻ്റെ ദൈവമേ, കരുണയായി തീർന്നവനേ, ഓ എൻ്റെ ദൈവമേ, കാരുണ്യം ചൊരിയണമേ. ഈ ലോകപാപങ്ങൾ മായ്ക്കുവാനായി മണ്ണിൽ പിറന്നൊരാ ദൈവപുത്രൻ. കാണുന്നു നാഥാ ഞാൻ ഇന്നാമിഴികളിൽ എന്നോടുള്ളതാം നിന്റെ സ്നേഹം. കാണുന്നു നാഥാ ഞാൻ
ഇന്നാമിഴികളിൽ എന്നോടുള്ളതാം നിന്റെ സ്നേഹം. ഓ എൻ്റെ ദൈവമേ, കരുണയായി തീർന്നവനേ. ഓ എൻ്റെ ദൈവമേ, കാരുണ്യം ചൊരിയണമേ. നൽകുന്നു ഞാൻ നാഥ പൂർണ്ണമായി എന്നെ നിൻ തിരുമുൻപിൽ കാഴ്ചയായി. നിൻ ഹൃത്തിലെന്നെയും ചേർക്കണേ നാഥ, നിന്റേത് മാത്രമായെന്നുമെന്നും. നിൻ ഹൃത്തിലെന്നെയും ചേർക്കണേ നാഥ, നിന്റേത് മാത്രമായെന്നുമെന്നും. ഓ എൻ്റെ ദൈവമേ, കരുണയായി തീർന്നവനേ. ഓ എൻ്റെ ദൈവമേ, കാരുണ്യം ചൊരിയണമേ. ഈ ലോകപാപങ്ങൾ മായ്ക്കുവാനായി മണ്ണിൽ പിറന്നൊരാ ദൈവപുത്രൻ. ഈ ലോകപാപങ്ങൾ മായ്ക്കുവാനായി മണ്ണിൽ പിറന്നൊരാ ദൈവപുത്രൻ. എൻ പാപമാം കുരിശും പേറി മൂന്നാണിയിൽ തൂങ്ങിയ ദൈവപുത്രൻ. ഓ എൻ്റെ ദൈവമേ, കരുണയായി തീർന്നവനേ. ഓ എൻ്റെ ദൈവമേ, കാരുണ്യം ചൊരിയണമേ. ഈ ലോകപാപങ്ങൾ മായ്ക്കുവാനായി മണ്ണിൽ പിറന്നൊരാ ദൈവപുത്രൻ.